നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കെ ജയകുമാർ IAS അവറുകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കേരളീയനെ പരിചയപ്പെടുത്തുന്നില്ല. സാർ, എന്താണ് ഈ സാഹചര്യത്തിൽ സാറിൻ്റെ ദൗത്യവും സാറിൻ്റെ സ്വപ്നവും? വളരെ നിർണായകമായ ഒരു സമയത്താണ് ഞാനിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്നത്. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ഒരുപാട് ആശങ്കകളുള്ള ഒരു സമയം. ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എന്താണ് ആരോപണ വിധേയമായിരിക്കുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയങ്ങൾ. ഒന്ന്, ഇപ്പോൾ നവംബർ മധ്യത്തിലാണ് ഈ ചാർജ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നവംബർ 17-ാം തീയതി ആരംഭിക്കുന്ന തീർത്ഥാടന കാലം കുറ്റമറ്റതായിട്ട് നടക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അവിടെ മാലയിട്ട് മല കയറുന്ന ഒരു അയ്യപ്പൻ്റെ സൗകര്യത്തിന് ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നിർണയം. അത് ആഹാര സാധനമായാലും ശരി, വഴിയിലെ വൃത്തിയായാലും ശരി, ടോയ്ലറ്റ് ആയാലും ശരി, ബുക്കിംഗ് ആയാലും ശരി, എല്ലാം ദർശനത്തിൻ്റെ സൗകര്യമായാലും ഒക്കെ തന്നെ സാധാരണ ഒരു ഭക്തന് അയാൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നും അയാളുടെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നു എന്നുമൊക്കെ അയാൾക്ക് ഒരു വിശ്വാസത്തോടു കൂടി വന്ന് തൊഴുത് പോകാൻ സാധിക്കണം. അതാണ് പ്രയോറിറ്റി നമ്പർ 1 ഈ തീർത്ഥാടനം തീരുന്നത് വരെ. 2, ദീർഘകാലാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബോർഡിന് 2 വർഷമേ ഉള്ളല്ലോ. എന്ന് പറഞ്ഞാൽ 700 ദിവസമേ ഉള്ളൂ. ഈ 700 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ, അതിനും വളരെ മുമ്പ് തന്നെ ഘടനാപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ, കൂടുതൽ സുതാര്യത, അക്കൗണ്ടബിലിറ്റി ഒക്കെ വരണം. അവിടെ ഇനിയൊരു കൊള്ളരുതായ്മ നടക്കാതിരിക്കത്തക്ക രീതിയിലുള്ള സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ആണ് അവിടെ ആവശ്യം. അതിനുവേണ്ടി ടെക്നോളജിയെ പരമാവധി ഉപയോഗിക്കുക, സുതാര്യത ഉറപ്പുവരുത്തുക. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം, രഹസ്യമായിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ജനപങ്കാളിത്തവും സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി ടെക്നോളജിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവണം. ദേവൻ്റെ അല്ലെങ്കിൽ വിശ്വാസികൾ കൊണ്ടിടുന്ന പണവും ദേവൻ്റെ സ്വത്തും ആചാരങ്ങളും ഈ ബോർഡിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന ബോധ്യം ഇവിടുത്തെ സാധാരണ ഭക്തജനങ്ങൾക്കും അല്ലാത്ത മലയാളികൾക്കും, ഹിന്ദുക്കളല്ലാത്ത മലയാളികൾക്ക് പോലും ആശങ്കയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ആ ബോധ്യമുണ്ടാവണം. ഈ ബോർഡിൻ്റെ കൈകളിൽ ഞങ്ങളുടെ വിശ്വാസവും ദേവൻ്റെ സ്വത്തും ഞങ്ങൾ കൊടുത്തിട്ടുള്ള സംഭാവനകളും ഒക്കെ സുരക്ഷിതമാണ് എന്ന് സ്ഥാപിച്ച മാത്രം പോരെ, സുരക്ഷിതമാകണം. അത്തരത്തിലുള്ള ഭരണപരമായ നടപടികളിലേക്ക് ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രവേശിക്കും. ഞാൻ പറഞ്ഞില്ല, 700 ദിവസമേ ഉള്ളൂ എന്ന ഒരു കലണ്ടർ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ കാര്യമാണ് സാർ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ശബരിമല എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ 1250ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അവിടെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുന്നതിനുള്ളൊരു വിഷൻ എന്തായിരിക്കും സാർ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ശബരിമല ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന മഹാക്ഷേത്രം. പക്ഷേ മറ്റ് ക്ഷേത്രങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. അവിടെയും വിശ്വാസികളുണ്ട്. അവിടെയും അവർ കൊണ്ടിട്ടുന്ന പണവും സ്വർണവും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ തന്നെ സുരക്ഷിതമായിരിക്കണ്ടേ? എന്തിന് ദേവസ്വത്തിൻ്റെ ഭൂമി പോലെ സുരക്ഷിതമായിരിക്കണ്ടേ? വിശ്വാസം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ വിശ്വസിച്ചിട്ടാണ്, അവർ വിശ്വസിക്കുന്ന ദേവനിൽ വിശ്വസിച്ചിട്ടാണ് ഈ പണം കൊണ്ട് തരുന്നതും സംഭാവന തരുന്നതും വേറെന്തെങ്കിലും പിന്നെ അവിടെ സമർപ്പിക്കുന്നതുമൊക്കെ. ഈ സമർപ്പണമൊക്കെ ദൈവത്തിന് കൊടുത്ത സമർപ്പണമാണ്. അതിൻ്റെ രക്ഷകരാണ് നമ്മൾ, അതിൻ്റെ സംരക്ഷകരാണ് ഈ ബോർഡ്. അതുകൊണ്ട് ബോർഡ് 100% സത്യസന്ധമായി, സുതാര്യമായി, കാര്യക്ഷമമായി, ലീക്കേജ് എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഇത് അടച്ച് ഭംഗിയായിട്ട് പഴുതടച്ച് മുമ്പോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഭരണപരമായിട്ടുള്ള കർക്കശവും കർശനവുമായ നടപടികളിലേക്ക് കടക്കും. ഇനി ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി ഇങ്ങനെ ഒരു ആരോപണം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ്, ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഏറ്റെടുക്കുന്നത്. അത് ഇവിടുത്തെ വിശ്വാസികളുടെ പ്രാർത്ഥനയും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ട് എങ്കിൽ അത് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 2027 വരെയാണല്ലോ ഈ ബോർഡിൻ്റെ കാലാവധി. 27 നവംബർ വരെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൻ്റെ കാലാവധി. ഈ ബോർഡ് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്ന് വലിയ ഒരു ഗ്രാഫിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ വിശ്വാസം സംരക്ഷിക്കുന്ന ബോർഡാണ് എന്ന പ്രതിച്ഛായയുമായിട്ട് തന്നെ അവിടുന്ന് ഇറങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം.